ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്, കാരണം ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. ഇത് നമ്മൾ സെപ്റ്റംബർ 16 എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ പോകുന്നത് ബർദുബായിലുള്ള ശ്രീകൃഷ്ണ ടെമ്പിളിലോട്ടാണ്. ഫസ്റ്റ് ടൈമാണ് അങ്ങോട്ട് പോകുന്നത്. അതിൻ്റെ മറ്റൊരു സൈഡിലുള്ള അമ്പലത്തിൽ നമ്മൾ പോയിട്ടുണ്ട്. അപ്പം ഇന്ന് വിചാരിച്ചു ഈ ഒരു അമ്പലത്തിലോട്ട് പോകാമെന്ന്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ അപ്പുറത്തോട്ട് പോകുന്നത് ഗോൾഡ് സൂക്കാണ്, അതായത് അബ്ര ഗോൾഡ് സൂക്കാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് പോകണമെങ്കിൽ 1 ദിർഹമാണ് വരുന്നത്. അപ്പോൾ അതിലൂടെ പോകുന്ന കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം ഈ ഒരു സൈഡിൽ കൂടെ പോകുമ്പോൾ ഒരുപാട് ഷോപ്പുകളും അതുപോലെ നല്ല നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് അമ്പലത്തിലോട്ടാണ്. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അവിടെയല്ല, പോകുന്ന വഴിയിൽ ഓരോ കാഴ്ചകൾ ഞാൻ കാട്ടിത്തരാം. അപ്പോൾ ഇതാണ് അമ്പലത്തിലോട്ട് പോകുന്ന വഴി. കാരണം ഇതിലൂടെ പോകുമ്പോൾ നല്ല സ്മെല്ലാണ്. കാരണം ഈ ഒരു സംഭവം ഇവരിങ്ങനെ പുകയ്ക്കുന്നതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലുണ്ട്. അതുപോലെ പഴയ ഓരോ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ബാഗുകൾ, അങ്ങനെ ഒട്ടനവധി സാധനങ്ങൾ നമുക്ക് ഇതിലൂടെ പോകുമ്പോൾ കാണാൻ പറ്റും. ഈ ഒരു പ്ലേറ്റൊക്കെ കണ്ടില്ലേ, നല്ല ഡിസൈൻ വർക്കും കാര്യങ്ങളും നമുക്ക് ഷോക്കേസിലൊക്കെ വെക്കാനും. അപ്പം നമ്മൾ ഇതിലൂടെ പോകുമ്പോൾ കൂടുതൽ കാണുന്ന ഈ ഒരു സംഭവം തന്നെയാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ ലൈറ്റ് കാര്യങ്ങളൊക്കെ. നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ നല്ല റേറ്റും വരുന്നുണ്ട്. അപ്പം നമ്മൾ അമ്പലത്തിലോട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഞാൻ എപ്പോഴും വിചാരിക്കുന്നതാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പം, അതായത് നമ്മൾ ഓൺ വോയിസ് അല്ലാണ്ട് തന്നെ നമ്മളിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ കാര്യങ്ങൾ പറയണമെന്ന്. പക്ഷേ വിചാരിക്കും വേണ്ട, ഓൺ വോയിസ് ചെയ്യാമെന്ന്. അപ്പം നമ്മൾ അമ്പലത്തിലോട്ട് പോകുന്ന ഈ ഒരു വഴിയാണ്. ഇവിടെ ഒരുപാട് പൂക്കളും അതുപോലെ തന്നെ മയിൽപ്പീലി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഇറങ്ങാൻ തന്നെ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അമ്പലം പൂട്ടിയിട്ടുണ്ടാവുന്നു. പക്ഷേ നമ്മൾ പോയി ഏകദേശം ഒരു ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അമ്പലം പൂട്ടി. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഒരു ബാക്ക് സൈഡ്. അപ്പോൾ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ സൈഡിലൊക്കെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. അപ്പം ആ ഒരു ബിൽഡിങ്ങാണ് അമ്പലം വരുന്നത്. തൊട്ട് മുകളിലോട്ട് ആ സ്റ്റെയർ കയറി പോകണം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് വീഡിയോ ഒന്നും അലൗഡല്ല. അങ്ങനെ തൊഴുതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടുന്ന് കുറച്ച് പ്രസാദം കിട്ടി. ദീപാവലിൻ്റെ ഒരു ബോക്സ് ഉണ്ടാവുമല്ലോ പലഹാരത്തിൻ്റെ, അതിലൊക്കെ കാണുന്ന ഒരു തരം സ്വീറ്റ്സാണത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ വന്നിരിക്കുമ്പോൾ എന്ന് പറയുന്നത് നല്ലൊരു പ്രത്യേക വൈബാണ്. കാരണം അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ലേറ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. പിന്നെ അമ്പലം അടിപൊളിയാണ്. പിന്നെ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് ബെഞ്ചുകളുള്ളതുകൊണ്ട് നമുക്ക് കുറേ നേരം ഇരിക്കാനും അങ്ങനെയൊക്കെ പറ്റും. പിന്നെ ഞാൻ കുറച്ച് അതിലൂടെയൊക്കെ നടന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഈ ഒരു ബർത്ത്ഡേ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റി. ആഘോഷങ്ങളെന്ന് പറയാനൊന്നുമില്ല, ചെറിയൊരു കുട്ടി കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് ചന്ദനമൊക്കെ എടുത്തു. നമ്മൾ ഇതിന് വേണ്ടി അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ തൊട്ടപ്പുറത്തെ സൈഡായിരുന്നു, കണ്ടിക്കില്ല. അങ്ങനെ വേറെ ഒരാളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെ ഉണ്ട്. അങ്ങനെ ചന്ദനമൊക്കെ എടുത്തു, തൊട്ടു. പിന്നെയും കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ചുറ്റുപാടൊക്കെ ഒരുപാട് പൂജാ സ്റ്റോറുണ്ട്. അതുപോലെ തന്നെ കുറേ ചെടികൾ, അതുപോലെ പൂക്കൾ, ഇതെല്ലാം ഉണ്ട്. നല്ല മണമുണ്ട് അതിൻ്റെ അടുത്ത് പോകുമ്പോൾ. പിന്നെ ബാക്കി ചന്ദനം ഞാൻ എടുത്ത് വെച്ചിട്ടോ, കാരണം വീട്ടിലോട്ട് പോകുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിലൂടെ ഒന്ന് ചുറ്റി ഞാൻ നടന്ന് വന്നു. നമ്മളിനി തിരിച്ച് പുറത്തോട്ട് പോവുകയാണ്. പോകുന്ന വഴി ഇതുപോലെ തന്നെയാണ്, ഓരോന്ന് കാണാൻ പറ്റും. ഓരോ പൂജാ സ്റ്റോറും അതിലോരോ വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ കുറച്ച് ചിരാതുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിനി ഇങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ രാവിലെ നമ്മൾ ഫുഡൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. ഏകദേശം ഇപ്പോൾ ഒരു 12:30-12:45 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി അവിടെയുള്ള എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കാമെന്ന്. അപ്പം നമ്മൾ ഈ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഈ പുകയ്ക്കുന്നത്. നമുക്ക് വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലൊരു സുഖമാണ്. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാൻ പോകണം. നമ്മൾ വന്ന ആ വഴി കൂടെ തന്നെയാണ് നമ്മൾ പോയത്. പിന്നെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പോകുന്ന സമയത്ത് ഷാർജയിലോട്ട് ബോട്ട് വഴി പോവാമെന്ന്. അപ്പോൾ നമുക്ക് അവിടുന്ന് അന്വേഷിക്കണമായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റ് കയറി. നമ്മൾ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ ഫുഡ് അടിപൊളിയാട്ടോ. അങ്ങനെ ഫുഡിനൊക്കെ കാത്തിരുന്ന് അവസാനം ഫുഡ് എത്തി. നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു. ലാസ്റ്റ് നല്ല പാൽപ്പായസവും എല്ലാം കൂട്ടി കഴിച്ചു. നല്ല ചൂട് ചോറൊക്കെ ആയിരുന്നു. അതുപോലെ നല്ല സാമ്പാറും എല്ലാം അടിപൊളിയായിരുന്നു.
നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ എല്ലാം നല്ല വൃത്തിക്ക് കഴിച്ചു. ഇനി നമ്മൾ തിരിച്ച് ഷാർജയിലോട്ട് പോവുകയാണ്. അപ്പം ബർദുബായ് ബസ് സ്റ്റേഷനാണിത്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ബസ്സൊക്കെ കയറി ഇനി തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വേറൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടാറ്റ.